വേദനയോടെ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം എനിക്കറിയാവുന്നതാണ്. അതിനകത്ത് കാണുന്ന അതിശയം എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. നമ്മൾ ആ മാജിക് നമ്മൾ വേറെ ഒരിടത്തും കാണില്ല. അവരുടെ സ്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്കില്ലാണ്. ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അൺബിലീവബിൾ. അപ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സ്ട്രീറ്റ് മാജിക് ഉണ്ടല്ലോ. ഓ യെസ്. ഒരു സമയത്ത് ഇത് ഒത്തിരി നമ്മുടെ ചുറ്റിനും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ കാണിക്കാം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മൂർത്തിയേട്ടൻ എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ? വൈഡാണ് റഹന സബ്ജക്റ്റ്. അതായത് നമ്മളിവിടെ സ്ട്രീറ്റ് മാജിക് നമ്മൾ കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് ഓർമ്മയുള്ളത് ഡേവിഡ് ബ്ലെയിൻ ടി വിയിൽ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിസ് ഏഞ്ചൽ ചെയ്തിരുന്നു. അതൊക്കെ നമ്മുടെ ഇവിടെ അന്ന് AXN ചാനലിലും ഒക്കെ ഇവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്ത്യക്ക് നമ്മുടേതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ഒരു സ്ട്രീറ്റ് മാജിക് കൾച്ചറുണ്ട്. വളരെ റിച്ച് ആയിട്ടുള്ളൊരു മാജിക് കൾച്ചർ. അതായത് ഇപ്പോൾ നമ്മൾ പോൾ പി ബ്രണ്ടൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സീക്രട്ട് ഇന്ത്യ എന്നോ സേക്രട്ട് ഇന്ത്യ എന്നൊരു പുസ്തകമാണ്. അതിനകത്ത് ആദ്യത്തെ വരി തന്നെ അദ്ദേഹം ഇവിടെ കണ്ട അത്ഭുത കാഴ്ചകളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഇന്ത്യ വാസ് നോൺ ഇൻ ദ വെസ്റ്റ് ഫോർ. വെസ്റ്റിൽ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ മാജിക് കാണിക്കുന്ന സ്നേക്ക് ചാമേഴ്സും മാജിക്കിൻ്റെ നാടാണെന്നാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു പ്രൊമോഷൻ ഇല്ലാത്തത് കൊണ്ടും ഇവർ സ്ട്രീറ്റിൽ പെർഫോം ചെയ്യുമ്പോൾ പോലീസുകാർ ഒന്ന് ഓടിച്ചു വിടും. അങ്ങനെ നോർത്തിലൊക്കെ അങ്ങനെ കുറേ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്തൊരു ഇപ്പോഴും ഉണ്ട്. പെർമിഷൻസ് അതിൻ്റെ വാല്യൂ അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ആ കാണുന്നത് എന്താണെന്നോ ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്താണെന്നോ ഇതെപ്പോൾ അറിയുമെന്ന് വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ പറയാം അന്ന് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു പറയും. അങ്ങനെ വേദനയോടെ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രം എനിക്കറിയാവുന്നതുണ്ട്. പറഞ്ഞതിപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണുന്ന അതിശയം എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. നമ്മൾ ആ മാജിക് നമ്മൾ വേറെ ഒരിടത്തും കാണില്ല. അവരുടെ സ്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്കില്ലാണ്. കാരണം ചുറ്റും ആൾക്കാരെ നിർത്തിയിട്ട് അവർ ചെയ്യുന്ന മാജിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു സംശയമൊക്കെ ഉണ്ട്. സംശുദ്ദീൻ ചെറുപ്പശ്ശേരിയിൽ അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട്. ആ മാംഗോ ട്രിക്ക്, ഗ്രീൻ ഇന്ത്യ മാംഗോ ട്രീ എന്ന് പറഞ്ഞിട്ട് മാങ്ങ കുഴിച്ചിട്ടിട്ട് മുളച്ചപ്പം തന്നെ വലിയൊരു മരമായിട്ട് അതിന് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതിപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ എങ്ങനെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അങ്ങനെ നിൽക്കുന്ന ഒരു എനിക്കും ഞാൻ ആ ക്വസ്റ്റ്യൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. ഞാനത് എനിക്ക് ചില മാജിക്കുകൾ കാണുമ്പോൾ അറിയാതെ മനസ്സിലാകും. ഇത് എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്, മനസ്സിലായിട്ടില്ല, മനസ്സിലാകാതെ ശ്രമിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അന്വേഷിക്കാൻ പോയിട്ടുമില്ല. അന്വേഷിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉത്തരം ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആർക്കും അറിയില്ല, അത് ചിന്തിച്ചിട്ടില്ല. അത് എൻജോയ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ ഗുജറാത്തിലുണ്ടായിരുന്നൊരു മജീഷ്യൻ സംജിനാഥ് വാദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലാൽജിനാഥ് സംജിനാഥ് വാദി. ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് 90 വയസ്സ് അടുപ്പിച്ച പ്രായം. ഒരു കണ്ണ് പാർഷ്യലി ബ്ലൈൻഡാണ്. നിലത്ത് കുത്തിയിരുന്ന് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വലിച്ചുകൊണ്ടിരിക്കും. ഒരു ടിപ്പിക്കൽ സ്ട്രീറ്റ് ഹീ ലിവ്സ് ആൻഡ് സ്ലീപ്സ് ഓൺ ദ സ്ട്രീറ്റ്. അങ്ങനത്തെ ഒരു സ്ട്രീറ്റ് മജീഷ്യൻ. അദ്ദേഹം ചെയ്യുന്ന മിറക്കിൾസാണ്. നമ്മൾ ഈ മിറക്കിൾ എന്ന വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം. കാരണം കാഴ്ചയ്ക്ക് നമുക്ക് മാജിക്കായിട്ട് തോന്നില്ല, മിറക്കിളായിട്ട് തോന്നുന്നത്. അൺബിലീവബിൾ. ഒരു വളരെ ഷോർട്ടായിട്ട് അദ്ദേഹം ചെയ്ത ഒരു ആക്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ചുറ്റും ആൾക്കാരുണ്ട്. ഇദ്ദേഹം വന്നു, ജുബ്ബയാണ്, ജുബ്ബ ഊരി, അതിൻ്റെ ഡോത്തി ഉണ്ട്. കുട്ടികളൊന്നും ഇല്ലാത്തൊരു ഏരിയയിലോട്ട് ഇദ്ദേഹം ഡോത്തി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഈ നമ്മൾ ലങ്കോട്ടി എന്നൊക്കെ പറയുന്ന കണക്ക് ഇത് ഇന്നർ വെയർ മാത്രമാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് തിരിച്ചത് കെട്ടി കൈയൊക്കെ ഉയർത്തി കക്ഷത്തിലൊന്നും ഇല്ല എന്നൊക്കെ കാണിച്ചു. റോഡിൽ നിന്നൊരു ഇഷ്ടിക എടുത്തിൽ അവിടെ നിന്ന് ഒരു ഫോറിനർ, ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു, ഈ ഇവൻ്റ് കാണാൻ വന്ന് അദ്ദേഹത്തിന് 2 സൈഡിൽ പിടിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം ഇങ്ങനെ പിടിച്ചു തന്നു. ഈ സംജനാഥ് വാദി പെർഫോമർ നിലത്ത് തുള്ളും, കുറേ ചാടുന്നതിന് കാരണം വെച്ചാൽ എവിടെയെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറാൻ പോയില്ല. എന്നിട്ട് വന്നിട്ട് ഇഷ്ടികയിൽ ഒരു ഒറ്റ അടി അടിച്ചു. 2 അതിശയം സംഭവിച്ചു. ഒന്ന്, ഒരു ഇഷ്ടിക ഇത്രയും സൈസുള്ളതാണ്, നമുക്കത് കൈയടക്കം ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. ഈ ഇഷ്ടിക വാനിഷായി. ആ ഇഷ്ടിക താഴെ വീണില്ല. പകരം ഒരു ഉഗ്ര മൂർഖം പാമ്പ് ഫ്രണ്ട് താഴെ വീണു. ഇതെവിടെ നിന്ന് വന്നോ, ഇഷ്ടിക എങ്ങോട്ട് പോയെന്നോ. ഇതൊരു പക്ഷേ വേറെ ആരെങ്കിലും കണ്ടിട്ട് എന്നോട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാജിക്കിന് എപ്പോഴും അതിശയോക്തി, ചത്ത പാമ്പിന് നീളം കൂടുമെന്ന് പറയും പോലെ കുറേ കൂട്ടി പറയുമല്ലോ. ഞാൻ വിശ്വസിക്കില്ലായിരുന്നു, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടതാണ്. അൺബിലീവബിൾ. എന്നിട്ട് അത് ആ ആക്ടിൻ്റെ പിന്നെയും വേറെ കുറേ ഡ്യൂറേഷൻ ഉണ്ട്. അദ്ദേഹം വായിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജീവനുള്ള തേള് പുറത്ത് വരും. ഇങ്ങനെയൊക്കെ കരിന്തേള് വലുത് 2-3 വായിക്കാത്ത അവസാനം ഒരു പാമ്പ് വരും. ഇങ്ങനെയൊക്കെ കുറേ അങ്ങനെ സംഭവങ്ങൾ. ഈ സാധനങ്ങളൊക്കെ ഇദ്ദേഹം മരിച്ചോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്കത് കാണാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഒരിക്കലും പിന്നെ അത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇല്ല. അതെ. ഇദ്ദേഹത്തിന് ഒരു പക്ഷേ മക്കളുണ്ടെങ്കിൽ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും.
പക്ഷെ അവരും ചെയ്യില്ല. കാരണം ഇത്രയും ഒരു എന്താ പറയുക അഡ്വേഴ്സായിട്ട് കണ്ടീഷനുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് എന്തിനാ ഇത് ചെയ്യുന്നത്? അതിനേക്കാൾ മറ്റെന്തെങ്കിലും തൊഴിലിന് പോയിട്ടുണ്ടാവും. അങ്ങനെ ഫോർച്ചുനേറ്റ്ലി ആ ലൈനിൽ ഇപ്പോഴും കുറച്ച് പെർഫോമൻസ് ഉണ്ട്. അവരൊക്കെ എൽഡർലിയാണ്. മിക്കവാറും അവർ ചെയ്യുന്ന സംഭവം അവരോട് കൂടി കഴിയും. അത് കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നില്ല. മൂർത്തിയേട്ടൻ്റെ ഫാമിലിയിൽ ആരാണ് ഇത് ഒരു പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകുന്ന മക്കളിലോ ഇല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട്? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെ എൻ്റെ മോൻ, എനിക്ക് 2 കുട്ടികളാണ്. മോനൊരു 8th സ്റ്റാൻഡേർഡ് വരെയൊക്കെ അയാൾ പെർഫോം ചെയ്യുമായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലോസ്റ്റ് ഹിസ് ക്യൂരിയോസിറ്റി. ഞാനും അങ്ങനെ കമ്പനിയിൽ ഒന്നും ചെയ്തില്ല. കാരണം ഇത് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന സംഭവമല്ല. അവർക്ക് താല്പര്യം കണ്ടുപിടിച്ചതാണോ മൂർത്തിയേട്ടൻ്റെ അടുത്ത് നിന്ന്? അതെ, കണ്ടുപിടിച്ചതും ഞാൻ അല്ലാതെ പഠിപ്പിച്ചതും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതങ്ങനെ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല കുട്ടികൾ അവർ ഇപ്പോൾ എൻ്റെ കുട്ടികളായതുകൊണ്ട് അവർ മാജിക് ചെയ്യണമെന്ന് പറഞ്ഞതിനകത്ത് ഒരു ന്യായമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ പോലെ ബിസിനസ്മാൻ ആവണമായിരുന്നു. അച്ഛൻ ബിസിനസ്സായിരുന്നു. അതല്ല, അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ ഐഡൻറ്റിറ്റി, അവർക്ക് എന്താ ഇഷ്ടം അത് ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. നമുക്കൊരു ചെറിയ സെഗ്മെൻ്റ് ഉണ്ട്. അതായത് ഞാൻ അതിന് പേര് വിളിച്ചിരിക്കുന്നത് സോൾ സ്പാർക്ക് എന്നാണ്. അതായത് നമ്മൾ ഈ റാപ്പിഡ് ഫയർ എന്ന് പറഞ്ഞ പോലെ സ്പാർക്ക്, അത്ര ടൈം എടുക്കാൻ പാടുള്ളൂ, അത്രേ ഉള്ളൂ. അല്ല, അതൊന്നും ഒരു വലിയ കാര്യമില്ലെന്ന് എനിക്കറിയാം. ആക്ച്വലി എന്താ പറയണത്, എനിക്ക് കഥയായിട്ട് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അതൊരു സ്പാർക്കായിട്ട് കേൾക്കാൻ ഇപ്പം എനിക്ക് താല്പര്യം കുറച്ച് കുറവാണ്. കാര്യം യു ആർ എ വെരി ഗുഡ് സ്റ്റോറി ടെല്ലർ. അതുകൊണ്ട് തന്നെ ഈ സ്പാർക്കിൽ തീർക്കാൻ താല്പര്യമില്ല. ഈ സ്പാർക്കിൽ പോകുമ്പോ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു സംഭവം പറഞ്ഞോട്ടെ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്റ്റോറി ടെല്ലർ എൻ്റെ അപ്പയാണ്. ഓക്കെ, മൈ ഫാദർ. ഞങ്ങൾ ചുരുക്കി പറയാം, ഞങ്ങൾ 6 പേരാണ് മക്കൾ. 3 ആണ്, 3 പെണ്ണ്. ഏറ്റവും ഇളയത് ഞാൻ. എൻ്റെ ഏറ്റവും വലിയ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിളാണ്. വലിയൊരു ഡൈനിങ് ടേബിളാണ്. അപ്പോൾ അച്ഛനന്ന് ബിസിനസ്സൊക്കെയാണ്. പക്ഷേ രാത്രി ഡിന്നർ ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കുന്നത്. സൺഡേസ് ആണെങ്കിൽ 3 നേരം ഫുഡ് ഒരുമിച്ചാണ്. ആ സമയത്ത് ഈ അപ്പയുടെ ഞാൻ അപ്പാന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ അച്ഛൻ എന്ന് പറഞ്ഞാൽ അപ്പാന്നേ വരത്തുള്ളൂ എനിക്ക്. അപ്പോൾ ഓരോ കഥകൾ പറയും. ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റോറീസ്. അപ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏത് കണ്ടീഷനിലും അപ്പയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പറയാനുണ്ടാവും. അപ്പോൾ ചില കഥകളൊക്കെ അപ്പോൾ വീണ്ടും ഈ ബിഗ് ഫിഷ് എന്നൊരു സിനിമ കണ്ടതാണോ? ഇല്ല, കണ്ടിട്ടില്ല. യു ഹാവ് ടു. ബ്യൂട്ടിഫുൾ. അത് 90s ആദ്യം പുസ്തകമായിട്ട് വന്ന് ബ്യൂട്ടിഫുൾ റീഡ്. ആ പുസ്തകം നല്ല പുസ്തകമാണ്. അതിനെ സിനിമ ആക്കിയതാണ്. എനിക്ക് തോന്നുന്നു സിനിമ പിന്നീടാണ് വരുന്നത്. 2004 6 കണ്ടാന്ന് തോന്നുന്നു. അതിനകത്ത് ഉള്ള കഥാപാത്രം അത് ശരിക്കും ഞങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷനാണ്. സ്റ്റോറീസ്, ആ മൂവീസ് ഓൾ അബൌട്ട് സ്റ്റോറീസ്. സോ അപ്പോൾ വന്നിട്ട് ധാരാളം കഥകൾ പറയും. അപ്പോൾ ഈ ആക്ച്വലി ഷേപ്പ് മീ ത്രൂ സ്റ്റോറീസ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. എൻ്റെ ഈ പഞ്ചതന്ത്ര കഥ പോലെ ഞങ്ങളുടെ വീട്ടിൽ ലൈവ് പഞ്ചതന്ത്ര സ്റ്റോറി ടെല്ലറായിരുന്നു അപ്പ എന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പയുടെ സ്റ്റോറീസ് പഞ്ചതന്ത്ര സ്റ്റോറീസ് അല്ല, അല്ലാത്തതാണ്. ഞാൻ വേറെ ഒരിടത്തും ആ കഥകൾ കേട്ടിട്ടില്ല. ദാറ്റ് സ്റ്റോറി സ്റ്റിൽ ലിവ്സ് ഓൺ ത്രൂ അസ്. ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ ബ്രദേഴ്സൊക്കെ ഞങ്ങൾ ഈ കാണുന്ന സമയത്ത് ഇപ്പോഴും എന്തെങ്കിലും ഇൻസിഡൻറ്റ് വരുമ്പോൾ എല്ലാ ദിവസവും അപ്പയുടെ എന്തെങ്കിലും ഒരു സ്റ്റോറിയെങ്കിലും ഞങ്ങൾ പറയും. അപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയൊരു നാച്ചുറലായിട്ട് വന്നൊരു സംഭവം. ആൻഡ് ഐ ലവ് സ്റ്റോറീസ്. എനിക്ക് വലിയൊരു കളക്ഷൻ തന്നെ. ഐ സ്റ്റിൽ റീഡ് വാട്ട് എവർ ഇറ്റ് ഇസ്. ഓരോ എന്താ പറയുക, ഓരോ ഫോക്ലോർ ആണെങ്കിലും ഓരോ രാജ്യത്തിൻ്റെ കഥകളാണെങ്കിലും അവിടെ നിന്നൊക്കെ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഉണ്ട്. ഭയങ്കര രസമാണ്. അങ്ങനത്തെ ഒരു സെഷൻ തന്നെ വെക്കാം അപ്പോൾ. ഓക്കെ, മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടാ. At home, do your family still get impressed by tricks? അല്ലെങ്കിൽ ഇനഫ് അങ്ങനെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടോ? ഫോർച്ചുനേറ്റ്ലി ഇനഫ് പറഞ്ഞിട്ടില്ല. ഫോർച്ചുനേറ്റ്ലി എൻ്റെ ആദ്യത്തെ ഗിനി പിഗ് എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 8th സ്റ്റാൻഡേർഡ് തൊട്ട്, ഞങ്ങളിപ്പോഴും 4 ഫ്രണ്ട്സ് ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാണ്. 8th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ചങ്ങാത്തം, മോർ ദാൻ 30-35 years. ഇപ്പോഴും ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ആദ്യം അതിൽ ഒരു അജിത്, സായി 2 പേര്, ഇവരായിരുന്നു ഈ സ്ഥിരം എൻ്റെ ഒരു വേട്ടമൃഗം. എന്തെങ്കിലും പഠിക്കുക അവരെ കാണിക്കുക. പിന്നെ അവർ ജോലിയൊക്കെയായിട്ട് പോയപ്പോൾ രാജി, മൈ വൈഫ് ആൻഡ് മൈ ചിൽഡ്രൻ 2 പേര് ഇവരാണ്. അപ്പോൾ എന്തെങ്കിലും പഠിക്കുമ്പോൾ ആദ്യം ഇവരുടെ അടുത്താണ് കാണിക്കുന്നത്. ഇപ്പോഴും അവിടെ നിന്ന് കിട്ടുന്നൊരു ഇവാലുവേഷൻ ഭയങ്കര വാലിഡാണ്. അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ അവരും ഈ വണ്ടറടിച്ച് ഇങ്ങനെ ഇരിക്കാറുണ്ടോ? ഇല്ല, ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ആണോ? Still you do that? അവർക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്യും. പുതിയതായിട്ട് എന്ത് പഠിച്ചു കഴിഞ്ഞാലും ആദ്യം അവിടെയാണ്. അവിടെ വർക്ക് ചെയ്താൽ ഒരുവിധം എവിടെയെങ്കിലും വർക്ക് ചെയ്തൊരു ധൈര്യമായി. ഈ വണ്ടർ പറഞ്ഞപ്പോഴാണ്, ക്രിയേറ്റിംഗ് വണ്ടർ ഒരു ഇമോഷണൽ തെറാപ്പിയാണോ? ക്രിയേറ്റിംഗ് വണ്ടർ, സി, can you imagine a world without wonder? I can't. അല്ലേ?
നമ്മളിപ്പോൾ വണ്ടർ നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നത് 7 വണ്ടേഴ്സ് അല്ലേ. നമുക്ക് ലേറ്റസ്റ്റ് ടേക്ക് 2 എണ്ണം എടുക്കാം, അല്ലെങ്കിൽ താജ്മഹൽ, നയഗ്ര ഫാൾസ്, പിന്നെ നമുക്ക് പിരമിഡ്സ്, 3 കേസ് എടുക്കാം. ഇത് ആൾക്കാർ ഫോട്ടോ കണ്ടിട്ടുണ്ട്, TV കണ്ടിട്ടുണ്ട്, എന്നിട്ടും ആൾക്കാർ കാശ് കൊടുത്ത് നേരിട്ട് അവിടെ പോയി അത് കാണാൻ നിൽക്കുന്നില്ലേ? ബിക്കോസ് ദേ വോണ്ട് എക്സ്പീരിയൻസ് ദാറ്റ് വണ്ടർ അല്ലേ. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ നാളെ തീരുമാനിക്കുക ഇതിലൊന്നും വലിയ കഥയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ പിരമിഡ് മൊത്തം അടിച്ച് പൊട്ടിക്കുകയാണ്, എൻ്റെ ഇതിനകത്തൊന്നും ഇത് വെറും കട്ടയും മണ്ണും മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗോൺ അല്ലേ. സോ വണ്ടേഴ്സ് വലിയ പ്ലേസ് ആണ്. ആൻഡ് ഇറ്റ്സ് എ തെറപ്പി എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ തെറപ്പി. ഇറ്റ് റിമൈൻഡ്സ് us വാട്ട് വി ഡോണ്ട് നോ. നമുക്ക് അറിയാതെ ഇനിയും കാര്യങ്ങളുണ്ട്. ആ ഒരു പോക്കറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഇത് സ്പാർക്കിൽ നിൽക്കുന്ന കാര്യമല്ല. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ ആ സ്പാർക്കിന് ഞാൻ വണ്ടർ എന്നുള്ളൊരു ടെർമിനോളജി വന്നപ്പോൾ ഐ ജസ്റ്റ് തോട്ട് അബൌട്ട് ഇറ്റ്. ഈ വണ്ടറിന് ഞാൻ പറഞ്ഞില്ല, ഇറ്റ് റിമൈൻഡ്സ് us ഓഫ് വാട്ട് വി ഡോണ്ട് നോ എന്ന് പറയുന്നത്. ആ റിയലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ അനക്ടോട്ട് കേട്ടായിരുന്നു. അതായത് നടരാജ വിഗ്രഹം പറയില്ലേ, അപ്പോൾ നടരാജ ഇസ് കൺസിഡർഡ് ടു ബി ദ സുപ്രീം ലോർഡ് ഓഫ് നോളജ്. അപ്പം ഈ നടരാജ വിഗ്രഹം സൂക്ഷിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ഇതാണ്. 2 കൈയും വൈഡായിട്ട് വെച്ച് ചുറ്റും ഒരു ഓറ ഓഫ് ഫയർ, ഒരു കാല് വായുവിൽ, മറ്റേ കാല് നിലത്തല്ല ഇരിക്കുന്നത്. ഓക്കെ, ചെറിയൊരു ഡീമൺ ഉണ്ട്, ഒരു അസുരനുണ്ട്. ആ അസുരൻ്റെ പുറത്ത് ചവിട്ടി വെച്ചിട്ടാണ് നിൽക്കുന്നത്. ആ അസുരന് അപസ്മാര എന്നാണ് പറയുന്നത്. അപ്പോൾ അപസ്മാരയുടെ പുറത്ത് ചവിട്ടി നിൽക്കുന്ന നടരാജനാണ് കാണുന്നത്. ഈ ദ ലോർഡ് അപസ്മാര അസുരനാണ്, ഹീസ് എ കിങ്, ഡീമൺ കിങ് ആണ്. അപ്പം അപസ്മാര ഈസ് ഓൾസോ ദ ലോർഡ് ഓഫ് ഇഗ്നറൻസ്. അറിവില്ലായ്മയുടെ ലോർഡും കൂടിയാണ് ഇത് അപസ്മാര. അപ്പം അറിവിൻ്റെ മൂർത്തി നിൽക്കുന്നത് ഒരു കാലം അപസ്മാരത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ്. ഈ പെരുവരിൽ വെച്ചൊന്ന് താഴ്ത്തിയാൽ അത് നശിച്ചു പോകുന്നേ ഉള്ളൂ, പക്ഷെ നശിപ്പിക്കാതെ വെക്കുന്നത്. അല്ലെങ്കിൽ ആ സർക്കിള് കംപ്ലീറ്റ്, ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ നോളജിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വിത്തൗട്ട് ദാറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഇഗ്നറൻസ് ഓർ അവെയർനെസ് ദാറ്റ് എനിക്ക് അറിഞ്ഞൂടാത്ത ഇത്ര സാധനം ഉണ്ട് എന്നൊരു അവെയർനെസ് നിലനിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ദാറ്റ് ഈസ് വെയർ വണ്ടർ കംസ് ഇൻ. മൂർത്തിയേട്ടാ, എന്തായിരുന്നു ആ പൊട്ടിച്ചിരിയുടെ ഒരു അർത്ഥം? പെട്ടെന്ന് അങ്ങ് കൈവിട്ടു പോയൊരു ചിരി. ഇല്ല, ഈ ബാക്ക് ഓഫ് ദ മൈൻഡ് എനിക്കൊരു നോട്ട് ചെയ്ത് തോട്ട് വന്നത്. ഞാനൊരു നോട്ടി ക്വസ്റ്റ്യൻ ചോദിക്കാനിരിക്കായിരുന്നു. അടുത്ത സ്പാർക്ക് അതായിരുന്നു. നോട്ടി ആവോ ഇല്ലേന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ വേർഡ് യുനോ. അതുകൊണ്ടാണ് ഞാൻ നോട്ടി എന്ന് പറയാൻ കാര്യം. ഈ മാജിക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഇംപ്രസ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഡ്യൂറിങ് യുവർ ടീനേജ് ടൈം? പെൺകുട്ടികളെ അതാണ് ഉദ്ദേശിച്ചത്. അതാണോ? ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ മാജിക്കിന് റിവേഴ്സ് എഫക്റ്റ് ആയിപ്പോയി. ഷീ ജസ്റ്റ് വാനിഷ്. വാനിഷ് ചെയ്യിച്ചോ അല്ലെങ്കിൽ? ഇല്ല, ഞാൻ ചെയ്യിച്ചല്ല, അത് വാനിഷ് ആയി. മാജിക് കൊണ്ടാണോ അത്? അല്ല, ഇറ്റ്സ് ലൈക്ക് എ മാജിക് അല്ലേ, വാനിഷ്. ഓക്കെ, അത് പോട്ടെ. എന്തായാലും അപ്പൊ എന്താ നമ്മുടെ ഈ ചിരിച്ചതിന്റെ ആ ഒരു കഥയിലേക്ക് വരിക? ഫോർ സം റീസൺ എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വന്നു. അപ്പൊ ചുരുക്കി പറയട്ടെ. പറഞ്ഞോളൂ. ഞങ്ങള് എം ഷോ എന്നൊരു ഷോ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് ഷോ. ബാലു, ബാലു ആദി. ഞാൻ ഐ വാസ് അബൌട്ട് ടു ആസ്ക് ജെടി പാക്കിൽ വെച്ച്. എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിൽ ഒരു ഷോ കുറച്ച് വർഷമായി. എനിക്ക് നാട്ടിൽ 1-2 ഷോസേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പുറത്തൊക്കെ. അപ്പോൾ ഒരു ഞങ്ങൾ ഓസ്ട്രേലിയയിൽ ഷോയ്ക്ക് പോയ സമയത്ത് ഭയങ്കര ഇൻസിഡൻറ്റ് ഉണ്ടായേ. അവിടെ ഞങ്ങൾ 2 ആഴ്ച താമസിക്കുന്നു. അപ്പോൾ 2 ആഴ്ച കൊണ്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ വീക്കെൻഡ്സിലാണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ വീക്ക് ഡേയ്സിൽ ഞങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങളൊരു ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് തന്നിട്ടുണ്ട്. ഭക്ഷണം ഈ കൊണ്ടുപോയി ഓർഗനൈസേഴ്സിൻ്റെ വീട്ടിൽ നിന്ന് അവർ പാചകം ചെയ്ത് അവരുടെ വൈഫ് അവരെ കൊണ്ടുവരുന്നത് വളരെ സ്നേഹത്തോടെ കൊണ്ട് വിളമ്പി തരും. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ സംസാരിച്ചത് ഭയങ്കര ക്ലോസ് ആകുമല്ലോ. ഒരു പ്രാവശ്യം ഇവർ ലഞ്ച് കൊണ്ടുവന്ന സമയത്ത് ഈ ലവ് മാരേജിൻ്റെ ടോപ്പിക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആരോ ചോദിച്ചു, ഇതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ലവ് മാരേജിനെ കുറിച്ച് സംസാരിച്ചു? അപ്പം ബാലു ലവ് മാരേജിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയണമല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്നേഹിച്ച കുട്ടീനെ കല്യാണം കഴിക്കണമെങ്കിൽ ഭയങ്കര ഭാഗ്യം വേണം. പിന്നെ ലവ് മാരേജ് എന്നുള്ളത് ഇഫ് യു ആർ മോർ ലക്കി, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ഫോൾ ഇൻ ലവ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഭാര്യയുടെ അടുത്ത് ഉള്ള ഇതാ, ഫോൾ ഇൻ ലവ് വിത്ത് യുവർ വൈഫ് എന്നുള്ള കൺസെപ്റ്റ്. ഇവരിങ്ങനെ നോട്ടം നോക്കി അടുത്ത ദിവസം വിളമ്പുമ്പോൾ എനിക്ക് അളവ് കുറവാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് പോയി പറയാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ഇതാണ്. പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അത് പെട്ടെന്ന് ഓർത്തു അല്ലേ? അപ്പോൾ ബാലുവായിട്ടുള്ള ഒരു ബോണ്ടിങ് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു കാര്യമാണ്. എൻ്റെയും ഒരു വെരി ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു ബാലഭാസ്കർ. നമ്മളെല്ലാവരും ബാലു എന്ന് വിളിക്കുന്നത് അല്ലേ.
അപ്പോൾ ആ എം ഷോ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തില്ല അല്ലേ? ഒരിക്കലും ഞാൻ കേട്ടില്ല എം ഷോ. വിതൗട്ട് ബാലു ദർ ഇസ് നോ ഷോ. അതൊരു പേഴ്സണൽ ബോണ്ടിങ്ങിൻ്റെ പുറത്തുള്ള ഷോ ആണ്. അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതിന് പകരം അങ്ങനെ ഒരു ഫ്രണ്ടും വരില്ല. അതെ, വൺ ഓഫ് എ കൈൻഡ്. നമുക്ക് എന്തായാലും ബാലുവിന് വേണ്ടി ഈ ഒരു മൊമെൻറ്റിൽ പ്രാർത്ഥിക്കാം അല്ലേ? എപ്പോഴും പ്രാർത്ഥന. അടുത്ത സ്പാർക്ക്. ഇഫ് യു കുഡ് മേക്ക് വൺ പേഴ്സൺ ഡിസപ്പിയർ ഫോർ എ ഡേ, ഹൂ വുഡ് ഇറ്റ് ബി? പ്രസന്റ് കണ്ടീഷൻ ട്രംപ്. യു വാണ്ട് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്? ഈ നമ്മൾ പറയില്ലേ, ഈ വള്ളത്തിൽ കുറേ പേര് നദിയിൽ നിന്ന് ക്രോസ് ചെയ്യുന്നുണ്ടാവും. ഈ നദിയുടെ ഏറ്റവും ആഴമുള്ള ഭാഗത്തെത്തുമ്പോൾ ഒരു വിരുദ്ധൻ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കും. അപ്പോൾ ഇവൻ്റെ കയ്യിരിപ്പ് കാരണം ഈ വള്ളം മറിഞ്ഞിട്ട് ബാക്കി എല്ലാവരും അതിനകത്ത് മുങ്ങി മരിക്കും. ദാറ്റ് എക്സ്പ്ലെയിൻസ് ഇറ്റ്. ഒരു ദിവസമെങ്കിലും ഇയാളൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്രയും സമാധാന ഭൂമിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. The world is paying for what he is doing. Exactly. Oof. Has magic ever healed something inside you? Oh yes. Oh yes. Oh yes. 100%. Because ഈ ഒരു ആർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ഐ വുഡ് ഹവ് അറ്റ് വൺ ഫേസ് ഓഫ് മൈ ലൈഫ് സർവൈവ്ഡ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസ്. അവിടെ കിട്ടിയ ഏറ്റവും വലിയ റിലീഫ് എന്ന് പറയുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ളൊരു സുഖവും. ഇതിനകത്ത് 2 ആസ്പെക്റ്റ്. അതായത് നമ്മളിത് പഠിക്കുമ്പോൾ ഇതൊരാളെ കാണിച്ചാൽ കൈയടി മേടിക്കാം, അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടും, അല്ലെങ്കിൽ ഈ മാജിക് കണ്ടുമ്പോൾ ഇവർക്ക് ഇന്ന റിയാക്ഷൻ കിട്ടും എന്ന് കരുതുന്ന ഒരു സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ലൈനിന് തൊട്ട് മുമ്പ് ഒരു ഇത് പഠിക്കുക എന്നൊരു സംഭവമുണ്ട്, ഒരു ഡ്രൈവ്. അത് ഞാൻ പഠിച്ചിട്ടുള്ളത് ചില മാജിക്കുണ്ട്, എനിക്കറിയാം ഒരു പ്രാവശ്യം പോലും അത് കമേഴ്ഷ്യലി കാണിക്കാൻ ആവശ്യമില്ല. പക്ഷേ മാസങ്ങൾ എടുത്തിട്ടുണ്ട് അത് പഠിക്കാനായിട്ട്. അത് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള മാജിക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ എനിക്കൊരു 3 ആഴ്ച എടുത്തു അത് ശരിയാക്കി. കൈയൊക്കെ വേദനിച്ചിട്ട് എനിക്കത് പഠിക്കുമ്പോൾ അറിയാം ഇത് കമേഴ്ഷ്യലി ഞാൻ ആരെയും കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ കമേഴ്ഷ്യൽ വാല്യൂവിന് വേണ്ടിയിട്ടല്ല. സോ ദാറ്റ് ഡ്രൈവ് അത് ശരിക്കും പലപ്പോഴും ജീവിതത്തിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കേട്ടുകൊണ്ടിരിക്കാനുള്ള സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. പറയാനുള്ള ഒരു പ്രത്യേക വൈഭവം. ആസ് വി ഓൾറെഡി മെൻഷൻ യുവർ സ്റ്റോറി ടെല്ലിങ്, ആ ഒരു ടാലൻറ്റ്, അതൊക്കെ കൊണ്ട് ഇതൊന്നും ഇവിടെ ഒന്നും തീരുന്ന ഒരു കാര്യമല്ല. പക്ഷേ വി ഹാവ് ടു. ആൻഡ് ഒരു കാര്യം പറയാം രഹ്ന, അതായത് ദിസ് ഇസ് നോട്ട് സംതിങ് ഐ എം ഗുഡ് അറ്റ്. ഓക്കെ, ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ അങ്ങനെ അധികം ഇൻ്റർവ്യൂസ് ഒന്നുമില്ല. ആൻഡ് ഐ എം കുറേയൊക്കെ ഇൻട്രോവേർട്ടാണ് ഞാൻ. ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഐ എം ഇൻട്രോവേർട്ട്. ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ആൾ ബീങ് ആൻ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ ഐ എം മോർ കംഫർട്ടബിൾ ദാറ്റ് വേ. ലാലേട്ടനൊക്കെ അങ്ങനെ തന്നെയല്ലേ? വലിയ വലിയ മഹാന്മാരെല്ലാവരും പറയുന്നൊരു സംഭവമാണിത്. എനിക്കറിയില്ല, പക്ഷേ പേഴ്സണലി ഞാനതാ. ആൻഡ് ഇവിടെ വെൻ യു ആസ്ക് ക്വസ്റ്റ്യൻസ് there came a point where I forgot the surrounding. ക്യാമറയുണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇറ്റ് വാസ് എ ഫ്രീ ഫ്ലോ. അപ്പോൾ അത് ഇറ്റ്സ് എന്തെങ്കിലും അങ്ങനെ നാച്ചുറലി വന്നിട്ടുണ്ടെങ്കിൽ ദ ക്രെഡിറ്റ് ഗോസ് ടു യു. താങ്ക് യു, ഐ എം സോ ഓണേർഡ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ആക്ട് എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ മാജിക്കും ഷാഡോഗ്രാഫിയും എല്ലാം ചേർത്തുകൊണ്ട് ഒരു ആക്ട് കാണാൻ ഐ എം സോ എക്സൈറ്റഡ് ആൻഡ് ഐ എം ഈഗർലി വെയിറ്റിംഗ് ടു. ഓക്കെ, സോ താങ്ക് യു ഫോർ ഫില്ലിംഗ് ദിസ് സ്പേസ്. It was completely a soulful conversation. So glad to hear from you. Thank you so much. Thank you so much.